നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മൂന്നാറിൻ്റെ വിശേഷങ്ങൾ തുടരുകയാണ്. മൂന്നാറിൻ്റെ സ്ഥലങ്ങൾ കണ്ട് തീർക്കാനായിട്ട് കുറഞ്ഞതൊരു 5 ദിവസമെങ്കിലും വേണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇന്നും നമ്മൾ മൂന്നാറിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഏവർക്കും സ്വാഗതം. മൂന്നാറിൽ ആനക്കോട്ടപ്പാറ എന്ന സ്ഥലത്ത് ധാരാളം മുനി അറകളുണ്ട്. അത് ഒരു അട്രാക്ഷനാണ്. അത് മൂന്നാറിൽ വരുന്നവർ കണ്ടിരിക്കേണ്ടതാണ്. ഏതായാലും നമ്മൾ ആനക്കോട്ടപ്പാറയിലെ മുനിയറയുടെ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ തന്നെ ഒരു ആദിവാസിയെ കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം സർ. എന്താ പേരെന്താ? സുബ്രഹ്മണ്യം. ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ മുനിയറകൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുനിയറകളെ കുറിച്ചിട്ട് കൂടുതൽ കേട്ടിട്ടുണ്ട്. പണ്ട് മുനികൾ വന്നിരുന്ന് തപസ്സിരുന്നു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ജനിച്ചതേ ഇവിടെ തന്നെ? ഞാൻ ഇവിടെ ജനിച്ചോളന്നേ ഇവിടെയാ. നമുക്ക് എത്ര തലമുറ ചോദിച്ചാലും നമുക്ക് അറിയത്തില്ല. ആദ്യമേ കാലം മുതൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ. ഈ മുനിയറകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുനിയറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ നാട്ടുകാരാ പറയുന്നത് മുനിയറയാന്ന്, അതേമാതിരി നിങ്ങളെപ്പോലെ നാട്ടുകാരാ പറയുന്നത് കല്ലറയാന്ന്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കല്ലറയല്ല, മുനിയറയല്ല. ആദ്യമേ മനുഷ്യന്റെ വീടെന്ന് വില കൽപ്പിക്കാൻ കഴിയുള്ളൂ. ഓ, ആദ്യ മനുഷ്യൻ താമസിച്ചിരുന്ന വീടുകളാണ്. ഓക്കെ. അല്ല, മുനി വന്നിരുന്ന് തപസ് ചെയ്തോന്നും അല്ല. ഓക്കെ. പിന്നെ നമ്മൾ മുനിയറ എന്നാണല്ലോ പറയുന്നത്. അത് നാട്ടിലുള്ളവർക്ക് അങ്ങനെ പറഞ്ഞ് ശീലമായി പോയി. ആദിവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് വാലിയമ്പേർ എന്നാണ്. ഓക്കെ. ബാല്യം വരുന്ന അന്നത്തെ ആളുകൾ കുള്ളന്മാർ ജീവിച്ചിരുന്ന വീടെന്നേ പറയുക. അന്ന് പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു. പൊക്കം കുറഞ്ഞ ആദിവാസികളായിരുന്നു. അപ്പൊ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ആർഷികാശ്രമം പറയുന്നത് 5000 വർഷം ഉണ്ടെന്നാണ് പറയുന്നത്. 5000 വർഷത്തിന് മുമ്പ്. അതേ സമയത്ത് ഞങ്ങൾ ആദിവാസികളും പണ്ടൊരു കാലത്ത് മധുരയിൽ യുദ്ധത്തിൽ പേടിച്ച് കാട് കയറി ആദിവാസികളാ. ഞങ്ങൾ വരുമ്പോഴും ഈ സംഭവം കൂടെ ഉണ്ട്. ഓ, നിങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ മധുരയിൽ നിന്ന് യുദ്ധം പേടിച്ച് കാട് കയറി വന്നവരാണ്. ഞങ്ങൾ ആദിവാസികൾ വരുമ്പോഴും ഈ സംഭവം ഇവിടെ ഉണ്ട്. കാടുകളധികം, വനങ്ങളധികം, കാട്ടുമൃഗങ്ങളധികം, റോഡില്ല, കറണ്ടില്ല, വിദ്യാഭ്യാസമല്ല, ഇതൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ. ആദിവാസിയിൽ തന്നെ ഒരുപാട് പല പേരുകളുണ്ട്. ഏതിൽ പെടുന്ന? ഞങ്ങൾ ആദിവാസിയിൽ കുറുമ്പറാണ് ഞങ്ങളുടെ ജാതി. അതേ സമയത്ത് ഇന്ന് സർക്കാർ പറയുന്ന ഇൽപ്പൊലയിൽ ഉൾപ്പെടുത്തി. 32 ജാതി ആയിരുന്നു, 4 കൂടെ ചേർത്ത് 36 ജാതി ആയിക്കാണ് സർക്കാർ പറയുന്നത്. അല്ല, സർക്കാർ പറയുന്നില്ല. നമുക്ക് ജനിച്ചപ്പോഴേ ഒരു ജാതി ഞങ്ങൾക്ക് ഒരു ജാതി കുറുമ്പറാണ്. സർക്കാർ സമ്മതിക്കുന്നില്ല കുറുമ്പരാണ്. അല്ല, ഇതെന്ത് നാടാ? അതാ അതിൽ വേറെ കാര്യം, താഴ്ത്തപ്പെട്ടവരെല്ലാവരും ഒന്നിച്ചാക്കി. എല്ലാവരും ഒന്നിച്ചാക്കി. അങ്ങനെയാണ് ഈ 36 ജാതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ സർക്കാരിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മൂന്നാറിൽ ഈ ഭൂമിയൊക്കെ പതിച്ച് കിട്ടിയിട്ടുണ്ടോ? മൂന്നാറിൽ ഇതുവരെ ഞങ്ങൾക്ക് ആദിവാസിക്ക് ആർക്കും 1 സെന്റ് ഭൂമിക്ക് പോലും പട്ടം തന്നിട്ടില്ല. ഓ, ഇവിടെ എല്ലാവരും ഭൂമിയൊക്കെ കയ്യേറി വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടയല്ലേ? അന്യ നാട്ടുകാർ വന്ന് ഞങ്ങളുടെ ഭൂമികളെല്ലാം തട്ടിപ്പറിച്ചെടുത്തു. ഞങ്ങൾക്കിപ്പോൾ ഭൂമിയിലില്ലല്ലോ. ഈ പട്ടയം എന്താണെന്നുള്ള സംഭവം പോലും ഞാനൊക്കെ സെൻസ് പറയുന്ന കാലത്ത് ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കോ അപ്പനോ അമ്മയ്ക്കോ എനിക്കോ ബോധമില്ല. നമ്മളവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടാണ്. അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ഈ പട്ടയം എന്താണെന്നുള്ള സംഭവം ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇന്നത്തെ കാലത്ത് അറിയുന്ന പട്ടയം ഉണ്ടെങ്കിലേ നമുക്ക് സ്വന്തം ആവാസം ഉണ്ടെന്നുള്ളത്. ഓക്കെ. അങ്ങനെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ എത്ര ആൾക്കാർ എഴുത്തും വായന അറിയാവുന്ന ആദിവാസികൾ വന്ന് പണ്ടത്തെ കാലത്ത് ഇപ്പൊ എന്റെ അപ്പനിൽ നിന്ന് മുന്നുള്ള കാലങ്ങളിൽ, അത് എന്നിൽ നിന്ന് മുന്നുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസമേ ഇല്ല. ഇന്നത്തെ കാലത്താണ് എന്റെ മക്കളൊക്കെ വിദ്യാഭ്യാസം. അവർക്കറിയാം എന്താണ് പട്ടയം എന്നുള്ളത്. ഇന്നാണ് നിങ്ങൾ കടപ്പിക്കുന്നത്. ഓക്കെ. ഈ മുനിയറകൾ ഇവിടെ താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ വന്ന കാലം മുതലേ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇവിടെ എത്ര മുനിയറകളുണ്ട്? ഇവിടുന്ന് എണ്ണിയ തീരാത്ത സംഭവമുണ്ട്. സർക്കാരിൽ പല ഉദ്യോഗസ്ഥന്മാരോടൊന്നും പറയാറുണ്ട്, സാറേ ഒരു 6 മാസം എന്റെ കൂടെ സർവ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു 20 ലക്ഷം മുനിയറകൾ കാണിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടും. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഈ 5-6 മുനിയറകളല്ല. നമുക്ക് ഇവിടെ മുതൽ പളനി വരെ ഉണ്ട്.
ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വീട് കിടക്കണം ഉൾക്കാടുകൾ. സുബ്രഹ്മണ്യം പറഞ്ഞു വരുന്നത് സത്യമായിരിക്കുമല്ലോ. ഇത്രയും മുനിമാരെ ഏതായാലും ഇവിടെ വന്ന് കാണത്തില്ല. സാറേ, ഒരു മുനിയരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആദിവാസി, എഴുതാനും വായിക്കാനും അറിയാൻ പാടാത്ത ഒരു ആദിവാസിയാണെങ്കിൽ തന്നെ ഒരു മുനിയരെന്ന് പറയുമ്പോൾ നാട്ടുകാർക്കും വേണ്ടാതെ വീട്ടുകാർക്കും വേണ്ടാതെ ഉപവസിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് തവിച്ചിരിക്കുള്ളൂ. ഇത് അതല്ലല്ലോ. പൊട്ടിപ്പോയതും പൊളിഞ്ഞു പോയതും 80%, പൊട്ടിപ്പോകാത്തതും പൊളിഞ്ഞു പോകാത്തതും 20%. ആണെങ്കിൽ തന്നെ ഒരു 20 ദിവസം മുനിയറിൽ അധികം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ജനങ്ങളെല്ലാം മുനികളായിരുന്നു എന്ന് പറയുന്നതാണ് മുനികൾ എന്ന് പറയുന്നത്. ഭംഗിയല്ലേ? ഈ എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ വീടുകൾ ഉണ്ടാക്കി? കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനോ കാട്ടുമൃഗത്തിന് രക്ഷപ്പെടാനോ അല്ലാതെ ആദ്യമേ മനസ്സിൽ ഇങ്ങനത്തെ വീട് പണിയാൻ അറിയായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വീടിരിക്കുന്നത്. ഞാൻ വില കൽപ്പിക്കുക എന്നെ സംഭവിച്ചു. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ആദിവാസിയോട് ചോദിച്ചാൽ എല്ലാവർക്കും പേടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുകയല്ല, ആരന്വേഷിക്കുന്നാലും ഈ റിപ്പോർട്ട് കറക്റ്റായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയല്ല. അവർക്ക് എന്നാ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മധുരയിരുന്ന യുദ്ധത്തിൽ പേടിച്ചു വന്ന യുദ്ധം വീണ്ടും തുടരുമോ എന്നുള്ളൊരു പേടിയാണ്. ഓ, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ആ പേടിച്ചിരുന്നില്ല. ടിപ്പു സുൽത്താന്റെ കാലം യുദ്ധം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ യുദ്ധത്തിന് അന്നത്തെ രാജാവ് പൂഞ്ഞത്തമ്പുര മഹാരാജാവായിരുന്നു. ആ പൂഞ്ഞത്തമ്പുരൻ തന്ന ആയുധങ്ങൾ വരെ ഞങ്ങളുടെ കഷ്ടമുണ്ടല്ലോ. ഓ, അതിപ്പോഴും ഉണ്ട്. നഷ്ടപ്പെട്ടു പോയി, തുളഞ്ഞു പോയി കാണാം, നഷ്ടപ്പെട്ടു പോയത് കാണും. അതിന് തെളിവുകളുണ്ടല്ലോ. അവരുടെ പടയാളികളല്ലായിരുന്നോ ഞങ്ങള്? അല്ല, പൂഞ്ഞാർ തമ്പുരാൻ അന്ന് 1,36,700 ഏക്കർ സ്ഥലം പാട്ടം കൊടുത്തതാണ് ഇപ്പൊ ഈ തേയിലത്തോട്ടങ്ങളായിരിക്കുന്നത് അല്ലേ? അതേ ജന്മത്തിൽപ്പെട്ടത് തന്നെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ താമസക്കാരായി പോയി. ഞങ്ങളുടെ യഥാർത്ഥ താമസ സ്ഥലം പാളപ്പെട്ടിക്കുടി എന്ന് പറയുന്ന കുടിയാണ് ഞങ്ങളുടെ യഥാർത്ഥ ഒറിജിനൽ ഭൂമി. അന്നത്തെ കാലത്ത് 300 ഏക്കർ സ്ഥലം പട്ടയം കൊടുത്തുന്ന അറിവ്. ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല. ഇത് എന്താന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തിരിഞ്ഞു കിടക്കുവാണ് ഇപ്പോഴും പോസ്റ്റിന്റെ കയ്യിൽ. അങ്ങനെ കിടക്കുക. ആദിവാസികൾക്ക് കൂടുതൽ ആൾക്കാർക്കും താമസിക്കാൻ സ്ഥലമില്ല. ഇല്ല. മറ്റുള്ളവരെല്ലാം തട്ടിയെടുത്തു പോയി. ആദിവാസികൾക്ക് പട്ടയം കൊടുത്തെന്നും ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ചുമ്മാ കഞ്ചാവും അല്ലെങ്കിൽ പുകയിലയും തന്ന് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്ന സത്യമുണ്ടോ? എൻ്റെ യഥാർത്ഥം പറഞ്ഞാൽ ഞങ്ങളുടെ ആദിവാസികളെ സംബന്ധിച്ച് കഞ്ചാവ് അവർ തരണ്ട. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കഞ്ചാവ് കൃഷി ചെയ്യാലോ. ഞങ്ങൾ പുക ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉൽപ്പാദനം, കഞ്ചാവ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഉൽപ്പാദനം. ഇന്നത്തെ കാലത്ത് മദ്യമുള്ള അന്ന് മദ്യമില്ല. ഈ കഞ്ചാവ്ക്ക് വേണ്ടി പോലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഭൂമി വിൽക്കുന്നില്ല. ഇപ്പം ഇതുപോലെ വനമുള്ള കാട് ഒരു തവണ ഞങ്ങൾ ചോട കൃഷി അടിക്കാടുകൾ വെട്ടി റാഗിയെ തെന വറക് കമ്പ് കൃഷി ചോളങ്ങൾ കൃഷി ചെയ്യും, ശേഖരിക്കും. ഇത് ചെയ്ത് ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കണം. ഇത് വിട്ടിട്ട് അടുത്ത് 12 വർഷം കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് വരുന്നത്. ഇപ്പൊ സാറിനെ പോലെ വില്ലേജ് ഓഫീസറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നോക്കുമ്പോൾ റവന്യൂ ഭൂമിയാണ്, നിങ്ങളുടെ പേരിൽ പതിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങളുടെ സ്ഥലങ്ങൾ കൈവിട്ട് പോയി. ഈ അന്ന് ആദിവാസികൾ വിചാരിച്ചത് ഈ കാടെല്ലാം ഞങ്ങളെ വകയാണെന്നുള്ളതാ. ഇപ്പൊ അത് കൈവിട്ട് പോയില്ലേ? അപ്പോൾ ഒരു സർക്കാർ വന്നിരിക്കുന്നത് നിങ്ങളെ വകയല്ല ഞങ്ങളെ വകയാണെന്ന് പറയുന്നത് എന്ന് സർക്കാർ പറയുന്നുണ്ട്. സർക്കാർ പറഞ്ഞതിന് ഞങ്ങളുടെ രീതികൾ ഞങ്ങൾ ചെയ്തത് മണ്ടത്തറവാ. അവർക്കെന്നുള്ളൊരു ഭൂമികൾ വിട്ടു ഉണ്ടാക്കി തരണ്ടേ? ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. അല്ല, എന്നാലും ഇപ്പൊ സർക്കാർ ഉള്ള ആൾക്കാരൊക്കെ നേരെ നോക്കുന്നുണ്ടല്ലോ. നേരെ നോക്കിയിട്ട് കാര്യമില്ല. ജീവിതമാർഗം ഞങ്ങൾക്ക് ഇല്ലല്ലോ സാറേ. ഓ, കൃഷി ചെയ്യാനും എന്തെങ്കിലും ഒരു വരുമാനം വേണ്ട ജീവിക്കാം. ഓക്കെ. അല്ല, ഇപ്പൊ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് കാട്ടിൽ പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? കാട്ടിൽ ഇന്നത്തെ വരുമാനം എന്ന് വെച്ചാൽ മഴയില്ല, വെള്ളമില്ല, തേൻ ഉൽപ്പാദനമില്ല, കടുക്ക ഉൽപ്പാദനമില്ല, നെല്ലിക്ക ഉൽപ്പാദനമില്ല, മാങ്ങ ഉൽപ്പാദനമില്ല, പുളിയുടെ ഉൽപ്പാദനങ്ങളില്ല. ഇതെല്ലാം നിന്ന് പോയില്ലേ? അല്ല, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ കാടിന് തീ പിടിക്കുകയാണ്? എന്തുകൊണ്ട് അങ്ങനെ? മഴ കുറവും കൊണ്ട്. മഴ കൊണ്ട് തനിച്ച് തീ പിടിക്കുന്നുണ്ട്. തനിച്ചൊന്നും തീ കത്തുന്നില്ല, മനുഷ്യൻ തന്നെ തീ കത്തിക്കുന്ന. ആ പരിസരവാസികൾ നടക്കാൻ വഴിയുണ്ടാക്കാൻ വേണ്ടി തീ കത്തിക്കുന്നത്. ആനക്കോട്ടപ്പാറയിലെ മുനിയറകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആനക്കോട്ടപ്പാറ എന്ന് പറയാൻ ഒരു കാര്യം കാണുമല്ലോ. ഉണ്ട് സാർ. എന്താണ് ആനക്കോട്ടപ്പാറ എന്ന് പറയാൻ കാരണം ഈ റോഡ് വരുന്ന മുമ്പുള്ള കാലം ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് ആന കടന്നു വരാതിരിക്കാൻ കയ്യാല കെട്ടിയതാണ്. ഈ കയ്യാലുടെ പേരാണ് തമിഴ് പറഞ്ഞ കോട്ട, ആനക്കോട്ടപ്പാറ പാർക്ക് എന്ന് സർക്കാർ പേര് വെച്ചേക്കുന്നത്. ഈ കല്ലുവീടിനും ഈ കോട്ടയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അന്നത്തെ കാലത്ത് ആന വരാതിരിക്കാൻ തടസ്സപ്പെടുത്തിയതാണ്. ഓ, അങ്ങനെ ആനയ്ക്ക് കടന്നു വരാതിരിക്കാൻ കോട്ട കെട്ടിയതാണ് ആദിവാസികൾ. ഈ നാട്ടിലെ ഗ്രാമക്കാരും ആദിവാസികളും കൂടി കെട്ടിയതാണ്. അതാണ് ആനക്കോട്ടപ്പാറ പാർക്ക്. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ആദ്യം കേട്ടത് വേറൊരു കോളനിയിൽ പോയപ്പോ അവിടുത്തെ ആദിവാസികൾ എന്ന് പറയുന്നത് മുതുവന്മാരും. ആയിക്കോട്ടെ. അതും നിങ്ങളുമായിട്ടുള്ള എന്താണ് വ്യത്യാസം? മുതുവാൻ എന്ന് പറഞ്ഞാൽ മുതുവാനും കുറുമ്പർ എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് വനം കൊണ്ട് ജീവിക്കുന്ന ഒരു ജാതിയാണ്. മരം കൊണ്ട് ജീവിക്കുന്നു, വനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജാതിയാണ്. നാടിനോട് ചേരാത്ത ഒരു കൂട്ടമാണ്. ഇപ്പം ഞങ്ങൾ ജീവിച്ച് നിങ്ങളുടെ ഒപ്പം നാട്ടുകാരുടെ ഒപ്പം ആയിപ്പോയി ഞങ്ങൾ. എന്ത് തോന്നുന്നു? പണ്ട് മുമ്പുള്ള ആദിവാസികളുടെ ജീവിതമായിരുന്നോ അതാ ഇപ്പോഴുള്ള ഈ നമ്മൾ നാട്ടുകാരുമായിട്ട് ചേർന്നുള്ള ഒരു ജീവിതമാണോ? നല്ല പണ്ടത്തെ ജീവിതമാണ്. സ്വാതന്ത്ര്യമുണ്ട്. കാട് നമ്മളെ വകയല്ലേ? അല്ല, അതുകൊണ്ട് അന്ന് ഇന്ന് കാട് നമ്മളെ വകയല്ല. ഓക്കെ സുബ്രഹ്മണ്യം, ഏതായാലും ഇത്രയും വിവരങ്ങൾ തന്നതിന് വളരെ സന്തോഷം.
ഇതാണ് ടിപ്പിക്കൽ മുനിയറ എന്ന് പറയുന്നത്. ഇതിൽ അകത്ത് 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. മുനികൾ ഇവിടെ വന്നിരുന്ന് തപസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ കാലഘട്ടത്തിൽ ഈ ഇത്രയും ഭാരമുള്ള ഈ പാറ, അന്ന് ക്രെയിനൊന്നും ഇല്ലല്ലോ, പൊക്കി ഇതിൻ്റെ മുകളിൽ വെച്ചത് എങ്ങനെയാണെന്ന് ഒരു അതിശയം തന്നെയാണ്. ഇതുപോലത്തെ 100 കണക്കിന് മുനിയറകൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാറ ഇങ്ങനെ പൊട്ടിച്ച് ഇതേ ലെവലിലാക്കി ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ചു, ആ കാലഘട്ടത്തിൽ വെച്ചു എന്ന് പറയുന്നത് വളരെ അതിശയമായ ഒരു കാര്യം തന്നെയാണ്. ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. പ്രവാസ സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, anandnewsdesk@gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ മുനിയറയിൽ വന്നപ്പോൾ ഇവിടെ ശ്രീ സുബ്രഹ്മണ്യനെ കണ്ടു. സുബ്രഹ്മണ്യൻ പറഞ്ഞ ഒരുപാട് വേറൊരു വേർഷനാണ് കേട്ടത്. നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് വന്ന കഥകളല്ല സുബ്രഹ്മണ്യൻ പറഞ്ഞത്. അപ്പോൾ പുള്ളി ഇവിടുത്തെ ഒരു പഴയ ആദിവാസിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ വേർഷൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു ആദിവാസി കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയെ കണ്ടു. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? പേര് ഈശ്വരൻ. ഈശ്വരൻ. അപ്പോൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ മുനിയറ കാണാനാണ് ഞങ്ങൾ വന്നത്. മുനിയറയെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോളജി പറയുന്നത് 5000 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അന്നത്തെ ചിലപ്പോൾ ഞങ്ങളെപ്പോലെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു അത്യാവശ്യ താമസ സൗകര്യം ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇതിപ്പോൾ അത്യാവശ്യ താമസ സൗകര്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു വീടുണ്ടാക്കി താമസിക്കാനല്ലേ നോക്കത്തുള്ളൂ. അല്ല, ഈ പാറകൾ പൊട്ടിച്ച് ഇപ്പോൾ തന്നെ പാറകൾ പൊട്ടിക്കാൻ എത്രയോ കാലങ്ങൾ എടുക്കുന്നു ഒരു പാറ പൊട്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാറകൾ പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി മുകളിൽ ഒരു പാറയൊക്കെ എടുത്ത് വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമായ ജോലിയല്ലേ? ജോലി തന്നെയാണ്. നമ്മൾ അത് ചിന്തിച്ച് നോക്കുമ്പോൾ അന്നുള്ള കാര്യങ്ങളിൽ ഈ വനത്തെ താമസിക്കുന്ന സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൻ്റെ അകത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാട്ടിൻ്റെ അകത്തുള്ള ഇലകളും കായ്കളും മരത്തിൻ്റെ തൊലികളും അങ്ങനെ ഉപയോഗം പാമ്പ് കടിക്കട്ടെ എന്തൊരു മരുന്നിനും കാടാണ് അന്ന് ആശ്രയിക്കപ്പെടുന്നത്. അപ്പം ആ കാട്ടിലുള്ള സാധനങ്ങൾ ആ ഒരു കാലഘട്ടം വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇത് ഇങ്ങനെ പെട്ടെന്ന് പാറ പൊളിക്കാനും അത് എടുത്തു വെക്കാനും അന്ന് എന്തെങ്കിലും അവരുടെ ഇതുപോലത്തെ എന്തെങ്കിലും ഇലയോ അവരുടെ കയ്യിലും ഉണ്ടായി കാണണം. ആയിരിക്കണം. ഇത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ കിരി എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് എന്തെങ്കിലും ഒരു അവരുടെ കയ്യിൽ അതിനുള്ള ഒരു ആയുധം അവർ കണ്ടുപിടിച്ച് കാണും. അപ്പോൾ കാട്ടിലെ ജീവിതമാണോ ഇഷ്ടം അതോ നാട്ടിലെ ജീവിതമാണോ? കാട്ടിലെ ജീവിതം തന്നെ ഇഷ്ടം. കാട്ടിലെ ജീവിതം ആർക്കും മറുപടി പറയണ്ട. പക്ഷെ നമ്മൾ കള്ളത്തനം ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ
ആർക്കും മറുപടി പറയണം. അല്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് ബാങ്കിലൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം പിന്നെ ആദിവാസികൾക്കുണ്ടോ? ആ ജീവിതം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ കാശ് എന്നുള്ള ജീവിതമാണ്. അതാണ് ആളുകൾ വഴിതെറ്റി പോണത്. തീർത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ കാശ് എന്ന് പറയുമ്പോൾ തന്നെയാണ് വഴിതെറ്റി പോണത്. അന്ന് അങ്ങനെയല്ല. കാശിന് ചിന്തിക്കില്ല. ഇന്ന് നമ്മൾ എവിടെ പോയാൽ ഇന്നത്തെ ആൾക്കാരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വാക്കത്തി എടുക്കുക, അല്ല ഒരു വടി എടുക്കുക. ഒരു വാക്കത്തിയും ഒരു വടിയും ഉണ്ടെങ്കിൽ അന്നത്തെ ആഹാരം റെഡിയാണ്. അതാണ് കാട്ടിനകത്ത് പോകുമ്പോൾ എവിടെങ്കിലും ഒരു കിഴങ്ങിന്റെ ഇത് വള്ളി കാണും. അത് മാന്തി പറിച്ച് ജീവിക്കാനുള്ള അതാണ് ആദിവാസികളുടെ ജീവിതം. പിന്നെ വർഷത്തിലൊന്ന് എവിടെങ്കിലും സ്ഥലം കാട് വെട്ടി തെളിക്കും. കാട് വെട്ടി തെളിച്ചിട്ട് ക്യാപ്പ കൃഷി ചെയ്യും. ക്യാപ്പ കൃഷി ചെയ്യും. അതിൻ്റെ ആ കൂട്ടത്ത് മത്തങ്ങ കാണും. അങ്ങനെ കുറെ കറി വകകൾക്കുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്നിച്ച് കൂട്ടിയങ്ങ് ചെയ്യുക. അപ്പൊ ഉപ്പല്ലാണ്ട് വേറൊരു സാധനം നമ്മൾ കടയിൽ ചെന്നിട്ട് മേടിക്കാറില്ല. ബാക്കി മുഴുവൻ കാട്ടിൻ്റെ അകത്ത് തന്നെ. ഉപ്പൊഴിച്ച് ബാക്കിയെല്ലാം നമ്മളെ തന്നെ ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ. ഈ കാട്ടിന്റെ ഉള്ളിൽ തന്നെ, ഫോറസ്റ്റിന്റെ വനത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്കുണ്ട്. കടുക് കിട്ടും, മുളക് കിട്ടും, പുളി കിട്ടും. എന്ന് നമുക്ക് എന്തൊക്കെ അതുപോലെ സാധനങ്ങൾ വേണോ അത് മുഴുവൻ കാട്ടിൽ തന്നെ കിട്ടും. അത് നമ്മളെ സ്വന്തമാണ്. നമ്മൾ കയറി എവിടെ പോണോ എടുക്കുന്നു. ആ ഒരു അവസ്ഥ മാറുന്നതിൽ വിഷമമുണ്ടോ? ആ ഒരു അവസ്ഥ മാറുന്നുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം സ്വാതന്ത്ര്യമില്ല. ഇന്നിപ്പോ 100 രൂപ കൊണ്ട് കോൽക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ചായ കുടിച്ചു കഴിഞ്ഞാൽ 100 രൂപ തീർന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 45 വയസ്സായി. ഈ 45 വയസ്സിനിടയിൽ കാട്ടിൽ ആദിവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത് ഈ പറഞ്ഞ രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് വളർന്നു വന്നത്. 45 വയസ്സ് വരെ എത്തിയത് ആ രീതിയിൽ. ഇപ്പൊ എത്ര നാളായി നമ്മളെ ഈ നാട്ടുകാരുമായിട്ടുള്ള ജീവിതം തുടങ്ങി? നാട്ടുകാരായിട്ടുള്ള ജീവിതം തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഇതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു 25 വർഷത്തിന്റെ അനുഭവമുണ്ട്. ഒരു 25 വർഷത്തിൽ. അപ്പൊ 10-20 വർഷം കാട്ടിനുള്ളിൽ തന്നെയായിരുന്നു. ജനിച്ചത് കാട്ടിന്റെ അകത്ത് തന്നെ, വളർന്നതും കാട്ടിന്റെ അകത്ത് തന്നെ. അതായത് മറ്റുള്ളവർ ആരായി ഒരു ബന്ധമില്ല, ഇല്ലാത്ത രീതിയിലാണ്. പക്ഷെ ഞങ്ങൾ അന്ന് ഞങ്ങൾക്കുള്ള ഒറ്റ ബന്ധം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ഈശ്വരൻ, ഏതായാലും ഇത്രയും കാര്യം പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം. വളരെ നന്ദി. താങ്ക് യു. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. മൂന്നാറിൽ വരുന്ന ആൾക്കാരെല്ലാം വിസിറ്റ് ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. മറയൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറയൂരിൽ കരിമ്പാണ്, മൂന്നാറിലാണെങ്കിൽ തേയിലത്തോട്ടങ്ങളാണ്. മറയൂരിലെ ശർക്കര വളരെ പ്രാധാന്യമുള്ളതാണ്. മറയൂർ ശർക്കരയാണ് മിക്കവാറും മലയാളികൾ നോക്കി നിൽക്കുന്ന ഒരു ശർക്കര. നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയുടെ ആവശ്യമുണ്ടെങ്കിൽ മറയൂർ ശർക്കരയാണ്. അതുകൊണ്ട് മൂന്നാറിൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മറയൂർ. ഈ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്. ഈ മറയൂർ എന്ന പറയുന്ന സ്ഥലത്ത് പല പല സ്ഥലങ്ങളായിട്ട് ശർക്കര ഫാക്ടറികളുണ്ട്.
മറയൂർ എന്ന സ്ഥലത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകൾ, ഇത് ചന്ദന മരങ്ങളാണ്. ഈ ചന്ദന മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന മരങ്ങളാണ്. അത് ഈ വനമേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം മരങ്ങളിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചന്ദന മരങ്ങളാണ്. ഇവിടെ നിന്നൊരു ചെടി പോലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഗവൺമെൻറ് വളരെ കാര്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വനമാണിത്, മറയൂർ ചന്ദന വനം. ഇത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വെട്ടിക്കൊണ്ടുപോയി കള്ളക്കടത്ത് നടത്തുന്നതെന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്, മറയൂർ ചന്ദന വനം. മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയും വ്യത്യസ്തമാണ്. ഇത് എന്ന് പറയുന്നത് സിൽവർ ഓക്സ് ട്രീ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഏരിയ എന്ന് പറയുന്നത് വിശേഷിച്ച് മൂന്നാർ എന്ന് പറയുന്നത് തന്നെ വെഡ്ഡിങ്ങുകാരുടെ ഒരു പർദീസ് തന്നെയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ വെഡ്ഡിങ് ആൽബം എടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലനിരകൾ കൊണ്ടും നദികൾ കൊണ്ടും അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം അണക്കെട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം,
ജലനിരപ്പ് ഏതായാലും പകുതിയോളം താന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജലം ഇവിടം വരെ ഉണ്ടാവേണ്ടതാണ്. ഇതിനകത്ത് മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്, കൂടാതെ കുതിര സവാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നവർക്ക് ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മാട്ടുപ്പെട്ടി ഡാം ഏരിയയിൽ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു ഉച്ച സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. ഇവിടെ മഴ തുടങ്ങാൻ ഇനിയും 10-15 ദിവസം കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ചൂടുള്ള സമയത്തും ഉച്ച സമയത്തും ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം പോപ്പുലറാണ് ഈ ഏരിയ എന്ന് മനസ്സിലാക്കുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ ക്യാമറ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ നോക്കിയാലും കാണാവുന്നതാണ്.